പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 61:2. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണേ. നമ്മൾ ഈശോയുടെ മുന്നിലായിരിക്കുമ്പോൾ ചിലപ്പോൾ ഹൃദയം തകർന്നിട്ടുണ്ടാവേ. കുടുംബത്തിലൊരു മനസ്സമാധാനവും ഇല്ല, ജോലിസ്ഥലത്തൊരു മനസ്സമാധാനവും ഇല്ല, സ്വയം ജീവിതത്തിൽ നിരാശയും ഭയവും മറ്റു ബന്ധനങ്ങളൊക്കെ ആയിട്ടൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഹൃദയം തകർന്നിരിക്കുന്ന വ്യക്തിയാണ് നീയെങ്കിൽ, ഞാനെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: കർത്താവേ, എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. നമുക്ക് പ്രാപ്യമല്ലെന്നേ ചില കാര്യങ്ങൾ നമ്മളുടെ ശക്തി കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്രാപ്യമായ ചില കാര്യങ്ങൾ. കടബാധ്യത നിന്നെക്കൊണ്ട് മാറ്റാൻ പറ്റുമോ? ആ ഭാരം ചുമക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും നിനക്ക് താങ്ങിയെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നിന്റെ പാപത്തിൽ നിന്ന് നിനക്ക് പരിശ്രമിച്ചിട്ട് കരകയറി വരാൻ പറ്റുന്നുണ്ടോ? പറ്റത്തില്ല. ജോലിയുടെ പ്രഷർ നിന്റെ നിന്ന് പോകുന്നുണ്ടോ? പറ്റത്തില്ല. അപ്രാപ്യമാ. പല കാര്യങ്ങളും എനിക്കും നിനക്ക് അപ്രാപ്യമാ. പ്രാപ്യമാകുന്നത് എപ്പോഴാ? ആ തകർന്ന ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുമ്പോഴാ. കർത്താവ് എൻ്റെ ജീവിതമാകുന്ന നൗകയിൽ കയറുമ്പോഴാ കാറ്റും കടലും എല്ലാം ശാന്തമാവുക. കർത്താവ് എഴുന്നേൽക്കണം, അവിടുത്തെ കരമുയരണം, അവിടുത്തെ ഹൃദയം നിന്റെ ഹൃദയത്തോട് സംസാരിക്കണം. അപ്പോഴാ അപ്രാപ്യമായ പാറയിൽ എനിക്കും നിനക്കും കയറി നിൽക്കാൻ പറ്റുക. എനിക്ക് പറ്റത്തില്ല പല കാര്യങ്ങളും, പക്ഷെ എൻ്റെ കർത്താവിന് എന്നെ അപ്രാപ്യമായ കാര്യങ്ങളിലേക്ക് ഉയർത്താനും പ്രാപ്യമാക്കാനും പറ്റും. ഇന്ന് നിനക്കപ്രാപ്യമായ മേഖലകളിലെല്ലാം കർത്താവ് നിന്നെ ഉയർത്തട്ടെ. പൗരോഹിത്യ അധികാരത്തിൽ അഭിഷേകത്തിൽ അച്ഛൻ പറയാണ്, അനുഗ്രഹിക്കുകയാണ്, ഈശോയോടൊപ്പം ആശീർവദിക്കുകയാണ്. അപ്രാപ്യമായ കാര്യങ്ങൾ, ജോലി മേഖലകളിൽ നിന്നെ ദൈവം ഉയർത്തട്ടെ, പഠന മേഖലകളിൽ ദൈവം നിന്നെ ഉയർത്തട്ടെ, പ്രാർത്ഥനയുടെ അഭിഷേകത്തിൽ ദൈവം നിന്നെ ഉയർത്തട്ടെ, കുടുംബത്തിൽ സമാധാനത്തിൽ നിന്നെ ഉയർത്തട്ടെ, നിനക്ക് മനസ്സിന് സമാധാനവും ആനന്ദവും സന്തോഷവും വിടുതലും സൗഖ്യവും ഒക്കെ ലഭിച്ച് ദൈവം നിന്നെ ഉയർത്തട്ടെ. ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും കേട്ടോ. സമാധാനമായിട്ട് ഇരിക്കണം കേട്ടോ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം: എന്നെ ഉയർത്തുന്ന ദൈവമേ, അങ്ങേക്ക് 1000 നന്ദി. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.